നിങ്ങൾ ഒരു ചിത്രത്തിൽ ഒരു വിഷ്വൽ ബ്യൂട്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് കൊടുക്കും. ഒരാൾ നിൽക്കുന്നു, അയാളുടെ ഒരു ഫോട്ടോ, ഇതാരാണ്, ഇത് ഇന്നാളാണ്, ഓക്കെ, അത് തീർന്നു, ആ സ്റ്റോറി അവിടെ കംപ്ലീറ്റ് ആയി. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഒരാൾ ഇപ്പോൾ ഒരു താജ്മഹലിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്, അപ്പോൾ അവിടെ സ്റ്റോറി ഒന്നുകൂടെ എക്സ്പാൻഡഡ് ആയി. ഇതാരാണ്, ഇന്നാളാണ്, ഇയാൾ ഇപ്പോൾ ഉള്ളത് താജ്മഹലിൻ്റെ മുന്നിലാണ്, താജ്മഹൽ ഇവിടുന്ന് ഒത്തിരി ദൂരത്താണ്, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, എല്ലാവർക്കും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ് എന്നുള്ള രീതിയിൽ സ്റ്റോറി ഒന്നുകൂടെ എക്സ്പാൻഡഡ് ആയി. ഇനി ഇപ്പം നമുക്ക് പല പത്രങ്ങളിലെ ഫോട്ടോകളും ശ്രദ്ധിച്ചറിയാം. ഇന്നാളുണ്ടായിരുന്നു ആംബുലൻസ് കിട്ടാതെ ഒരു ഡെഡ് ബോഡി തലയിൽ വെച്ചിട്ടും ചുമലിൽ വെച്ചിട്ടും കൊണ്ടുപോകുന്ന ഒരാളുടെ ചിത്രം. അപ്പോൾ അവിടെ അത് സ്റ്റോറി ഒന്നുകൂടെ എക്സ്പാൻഡഡ് ആണ്. കാരണം നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയറിയാം, പിന്നെ അപ്പുറത്ത് വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും റോഡിലൂടെയാണ് നടന്നു പോകുന്നത്. പക്ഷേ അയാൾക്ക് അയാളുടെ ഭാര്യയുടെ ആ ഒരു ഡെഡ് ബോഡി ഇതേപോലെ എടുത്തു കൊണ്ടുപോകേണ്ടത് എന്തുകൊണ്ട് അത് സംഭവിച്ചു, ഒന്ന് അയാളിലേക്ക് ഡെഡ് ബോഡിയിലേക്ക് ശ്രദ്ധ പോയി, എന്തുകൊണ്ട് അയാൾ എടുത്ത് നടക്കേണ്ടി വന്നു എന്നുള്ളത്, ഒന്ന് സാമ്പത്തികമായിരുന്നോ അല്ല, അങ്ങനെയുള്ള ആ സ്റ്റോറി ഒരുപാട് ഒരു നോവൽ പോലെ വലിയൊരു സ്റ്റോറിയായി മാറി. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ സിമ്പിളായിട്ട് ഫോട്ടോഗ്രാഫിയിൽ പറഞ്ഞു വരുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ 1000 വാക്കുകളേക്കാൾ അമൂല്യമാണ്, അല്ലെങ്കിൽ അതിനേക്കാളും വിലമതിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടി കൂടുതൽ പറയാൻ സാധിക്കുന്നതാണ് ഒരു ഫോട്ടോഗ്രാഫ്. 1000 വാക്കുകൾ കൊണ്ട് എഴുതുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഒറ്റ ഒരു ഫോട്ടോഗ്രാഫിലൂടെ പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ ഒരിക്കലും ഒരു സെൻറ്റൻസായി മാറാതെ 1000-ലധികം സെൻറ്റൻസ് വലിയ നോവലായി മാറണം. അവിടെയാണ് നിങ്ങളുടെ വിജയം.